ഇനി അടുത്ത് ഇല്ലല്ല താഴെ ഇടുന്നല്ല, ഇല്ല ഒരിക്കലും. ഇനി അടുത്ത് ഞാൻ ചോദിക്കട്ടെ, യേശുക്രിസ്തു പറഞ്ഞു ഒരു കൊലപാതകനിലും നിത്യജീവൻ വസിച്ചിരിപ്പില്ല എന്ന് യേശുക്രിസ്തു പറഞ്ഞു. ഈ നിങ്ങൾ പറയുന്നു യഹോവ തന്നെയാണ് ക്രിസ്തു എങ്കില് ഈ ക്രിസ്തു അനേകരെ കൊല്ലാൻ പറയുന്നുണ്ട്, കൊല്ലാനായിട്ട് എൻഡോസ് ചെയ്യുന്നുണ്ട്, അവരെ പറഞ്ഞു വിടുന്നുണ്ട്, അവനെ കൊന്നേക്കാൻ പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇത് രണ്ടും ഒരാളാണോ? അല്ല, ഈ നമ്മൾ ഈ കൊല്ലുക എന്ന് പറയുമ്പോൾ എന്തിനെ കൊല്ലുന്ന കാര്യം? ശരീരത്തെ കൊല്ലുന്ന കാര്യമാണെങ്കിൽ ഇപ്പൊ നമുക്ക് ഇവിടെ യേശു പറയുന്ന ഒരു കൊലപാതകത്തിൽ നിത്യജീവൻ വസിച്ചിരിക്കില്ല എന്നുള്ള ശരീരത്തെ കൊല്ലുന്ന കാര്യം തന്നെ. മനുഷ്യരുടെ കാര്യമല്ലേ പറയുന്നത്? നിങ്ങളത് പിന്നെ ആരോ ദൂതന്മാരുടെ കാര്യമാണ് ഇപ്പൊ ചേട്ടൻ പറയുന്നത്. ഗിവർ ഓഫ് ലൈഫ് ആൻഡ് ഗിവർ ഓഫ് ക്യാൻ ടേക്ക് ഇറ്റ് അവേ അല്ലേ? അപ്പൊ ദൈവമായിട്ട് ഒരിക്കലും ദൈവത്തിന് എന്തും ചെയ്യാം. നിങ്ങളിപ്പം ദൈവമാണെങ്കിൽ നിങ്ങൾ വെറുതെ ഇരിക്കുവോ? കൈയും കിട്ടിയില്ല. ദൈവത്തിന് ജീവൻ എടുക്കുകയും ചെയ്യാം, കൊടുക്കുകയും ചെയ്യാം. അപ്പൊ എന്തുകൊണ്ടാണ് ഇവിടെ യേശുവാണ്? ഇത് കേക്ക് ചേട്ടാ, ഇത് കേക്ക്, അതെന്തുകൊണ്ടാന്ന് ഇത് ചോദിച്ചാൽ കേക്ക്. ഓക്കെ, നിങ്ങളുടെ ചേട്ടാ ഓക്കെ, സമ്മതിച്ചു. പഴയ നിയമത്തിൽ പുള്ളിക്ക് കലിപ്പായിരുന്നു, പുള്ളി ജീവൻ എടുക്കുമായിരുന്നു. ഈ പുതിയ നിയമത്തിൽ വരുമ്പോ ഈ ആള് അത് തന്നെയാണല്ലോ. അപ്പൊ പുള്ളി എന്തുകൊണ്ടാണ് ഈ ഡയലോഗ് പറഞ്ഞത്? പുള്ളി കൊല്ലുന്നില്ലല്ലോ. പുള്ളി പറയുന്ന വാള്, ഇത് കേക്ക്, വാള് ഉറയിലിടാനല്ലേ പറഞ്ഞേ, കൊല്ലാൻ പറഞ്ഞില്ലല്ലോ. അല്ല, അത് പിന്നെ ആ പ്രോസസ്സിന്റെ ഇടയ്ക്ക് ഒരു വിഷയമാവൂല്ലേ? വന്നത് സ്വയമേ യാഗമാകാൻ വേണ്ടിട്ടല്ലേ വന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ പറയാ, അവര് ശമരിയിലൂടെ കടന്നു പോകുമ്പോൾ ഈ അവരെ കളിയാക്കുകയോ എന്തോ ചെയ്ത് അവരെ അംഗീകരിക്കാത്തോണ്ട് ഈ ശിഷ്യന്മാര് പറയാണ് ഏലിയാവ് തീയിറക്കി പോലെ അവരെ തീയിറക്കി കൊല്ലാൻ പറയുന്നുണ്ട്. അപ്പൊ കർത്താവ് പറയുന്നുണ്ട് നിങ്ങൾ ഏത് ആത്മാവിന് അതീരെന്ന് പറഞ്ഞാൽ അവരെ ശാസിച്ചു. അതെന്തിനാ അങ്ങനെ ചെയ്ത്? അത് ആ കോണ്ടെക്സ്റ്റ് വേറെ ആയിരുന്നു. ആ കോണ്ടെക്സ്റ്റ് വേറെ, ഈ കോണ്ടെക്സ്റ്റ് കൊണ്ടുവരാൻ പറ്റത്തില്ല. കാരണം ഇത് ഒരു തടക്കി പോകില്ല ചേട്ടാ, ഒരു തടക്കി പോകില്ല. നിങ്ങൾക്ക് ഒരു രീതിയിലും ഇത് പിടിച്ചിരിക്കാൻ പറ്റത്തില്ല. അല്ല, ആൻസർ പറയണ്ട ചേട്ടാ. ചേട്ടന് ഇത് എത്ര വൃത്തികേടാണ് പറയുന്നത് ചേട്ടന് മനസ്സിലാവില്ലതാ. ഇത് ഒരിക്കലും എടുക്കില്ല ചേട്ടാ. ചേട്ടന് പറയുന്ന ആളല്ലേ ഇത് വേറെ ആളാണ്. പുള്ളിക്കാരിയുണ്ട് അപ്പുറത്ത് ഗ്രൂപ്പ് ഇട്ടുണ്ട്, യഹോവ ട്രോളിക്കൊണ്ട്. അതിന് എന്നെ കിട്ടത്തില്ല. അത് കാരണം ഇദ്ദേഹം പറഞ്ഞു ദൈവത്തിന് അത് പറ്റും, മനുഷ്യന്റെ കാര്യത്തിലെ ഈ നിയമങ്ങളുള്ളൂ, മനുഷ്യന്റെ കാര്യത്തിലെ ഈ മൊറാലിറ്റി ഉള്ളൂ. കൊല്ലരുത്, കൊല്ലുന്നവനിൽ നിത്യജീവൻ ഇല്ല എന്ന് മനുഷ്യനെ പറ്റിയാണ് പറഞ്ഞത്. ദൈവത്തിന് അത് ബാധകമല്ല എന്ന് പറഞ്ഞു. അതൊരു പൊതുധാരണയാണ്. ദൈവത്തിന് എന്തും ചെയ്യാൻ പറ്റും, ദൈവമല്ലേ, അങ്ങേർക്ക് എന്തും ആകാം. ആ ധാരണയെ തകർത്തുകൊണ്ടാണ് യേശുക്രിസ്തു തന്റെ പ്രബോധനം ആരംഭിക്കുന്നത്. യേശുക്രിസ്തു ആദ്യമായിട്ട് ദൈവത്തെ കമ്പയർ ചെയ്യുന്നത് മനുഷ്യനുമായിട്ടാണ്. നിങ്ങളിൽ ആരുണ്ട് മക്കൾ അപ്പം ചോദിക്കുമ്പോൾ കല്ല് കൊടുക്കുന്നത്? നിങ്ങളിൽ ഏത് പിതാവുണ്ട് മക്കൾ മീൻ ചോദിച്ചാൽ പാമ്പിനെ കൊടുക്കുന്നത്? നിങ്ങളിൽ ഏത് പിതാവുണ്ട് മക്കൾ മുട്ട ചോദിച്ചാൽ തേളിനെ കൊടുക്കുന്നത്? ദോഷികളായ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കാൻ അറിയുന്നെങ്കിൽ, മനുഷ്യന്റെ സ്റ്റാൻഡേർഡ്, മനുഷ്യന്റെ മൊറാലിറ്റി എല്ലാം യേശു അവിടെ ശരിക്കും പോർട്രേറ്റ് ചെയ്യുകയാണ്. ഇപ്പൊ യേശു മനുഷ്യന്റെ ധാർമ്മികതയെ കാണിച്ചിട്ട് പറയുകയാണ്, ഈ മനുഷ്യന്റെ ധാർമ്മികതയേക്കാൾ നിശ്ചയമായും മുകളിലുള്ള ധാർമ്മികത ആയിരിക്കണം ദൈവത്തിന്റെ ധാർമ്മികത. എന്നിട്ട് പറയാണ് സ്വർഗസ്ഥനായ പിതാവ് എത്രയധികം. അപ്പൊ ഹയർ മൊറാലിറ്റിയാണ് സ്വർഗീയ പിതാവിന്റെ. ഇവിടെ സാധാരണ പാപിയായ ഒരു മനുഷ്യന്റെ മൊറാലിറ്റി പോലും കീപ്പ് ചെയ്യാൻ പറ്റാത്ത ഒരു യഹോവ, ഹൗ മച്ച് ഇൻഫീരിയർ ഹി ഈസ്. ഇതാണ് യേശു പറയുന്നത്. ഒരു ശരാശരി പാപിയായ മനുഷ്യൻ പോലും സ്വന്തം മക്കളോട് ദ്രോഹം ചെയ്യത്തില്ല. അവനേക്കാൾ അധമനും ഹീനനും നിന്ദ്യനും നികൃഷ്ടനും വൃത്തികെട്ടവനുമാണ് യഹോവ എന്നാണ് യേശു പ്രസംഗം തൊട്ടങ്ങുമ്പോ പറയുന്നത്. ഇനി ചേട്ടൻ മറുപടി പറഞ്ഞു. അല്ല പാസ്റ്ററെ, ഞാൻ പറയാം. യഹോവ എന്നുള്ള വാക്ക് അവിടെ എവിടെയെങ്കിലും ഉപയോഗിച്ചിട്ടുണ്ടോ ശിവ പാസ്റ്ററെ? അതെന്റെ ചോദ്യം. രണ്ട് പിതാവ് യഹോവ ആരാണ്? ഇത് രണ്ടിന്റെ ആൻസർ പറയണം. അതെ, ഞാൻ പറയാം. അതായത് യഹോവ എന്ന വാക്ക് യേശു ഉപയോഗിച്ചിട്ടില്ല. പക്ഷെ കൊള്ളുമ്പോ നമുക്ക് മനസ്സിലാവും. കൊള്ളുന്നൊരു കരയുന്നുണ്ടല്ലോ. യേശു അങ്ങനെ വാക്കൊന്നും പറഞ്ഞില്ല. പക്ഷെ സ്വർഗസ്ഥനായ പിതാവ് നിങ്ങളുടെ സ്റ്റാൻഡേർഡിനേക്കാൾ മുകളിലുള്ള ആളാണ് എന്ന് പറഞ്ഞു. അപ്പൊ അവരുടെ ഭൂതകാല ചരിത്രത്തിലോട്ട് യഹൂദം നോക്കുമ്പം അവരുടെ പിതാക്കന്മാർ മീൻ ചോദിച്ചപ്പം തീപ്പാമ്പിനെ വിട്ട പുള്ളിയൊക്കെ അവിടെ നിപ്പുണ്ട്. അവരെ കൊന്ന പുള്ളി അവിടെ നിപ്പുണ്ട്. സ്വന്തം മക്കള് തെറ്റ് ചെയ്താൽ അവരെ ആരെങ്കിലും പിതാക്കന്മാര് കൊല്ലുവോ? കൊല്ലില്ല. ഇവിടെ ദൂരത്തു നിന്ന് ഞാൻ ആളെ വിളിച്ചു വരുത്തും, ഉഗ്രന്മാരെയും ശീഘ്രന്മാരെയും ഞാൻ വരുത്തും. നിനക്ക് ചുറ്റും അവർ പാളയമിറങ്ങും, നിന്റെ ചുറ്റും അവർ വാട കോരും.
നിന്റെ പുരുഷന്മാരെ അവർ കൊല്ലും, നിന്റെ സ്ത്രീകളെ അവർ മാനഭംഗപ്പെടുത്തും, നിന്റെ പിഞ്ചു കുഞ്ഞുങ്ങളെ അവർ പാറയിലടിക്കും. ഞാൻ യഹോവ. എങ്ങനെ ഒരു ദൈവം നിൽക്കുമ്പം യേശുക്രിസ്തു എന്ന് പറയാണ്, പ്രിയപ്പെട്ടവരെ, ഞാൻ അവതരിപ്പിക്കുന്ന ദൈവം ഈ ദൈവമല്ല എന്ന് പറയുമ്പോൾ പിന്നെ പ്രത്യേകിച്ച് യഹോവയുടെ പേര് അവിടെ പറയേണ്ട കാര്യമില്ല. താങ്കൾ പറഞ്ഞ ശരി, യേശു യഹോവയുടെ പേര് പറഞ്ഞില്ല. കാരണം യേശുവിന്റെ വായിൽ എടുക്കാൻ പോലും ആ പേരിന് യോഗ്യത ഇല്ലെന്ന് യേശുവിന് അറിയാം. അതുകൊണ്ടാ ആ പേര് പറയുന്നത്. പക്ഷെ പേര് പറയാതെ ട്രോളാവല്ലോ. ഈ ട്രോള് കൊള്ളാവോ ഇല്ലയോ എന്ന് പറ. ശരിയല്ലേ കോച്ച്? ഇത് ട്രോൾ ഇതല്ലേ? എക്സാക്ട് കിടുക്കൻ ട്രോളാണ്.